ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാൻസോ ബ്രോസ്. അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്ന പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ. ഡിഫൻഡർ മെൽസിയും കൊണ്ട് അവ ഇന്ന് സ്ഥലം പറഞ്ഞിട്ടില്ല, നമുക്ക് എവിടെയാണെന്ന് നോക്കാം. അവ ഇന്ന് നേരത്തെ അവനാണ് കേട്ടോ നേരത്തെ വന്നത്. നമുക്ക് അവൻ വണ്ടി കയറിയിട്ടുണ്ട്, നമുക്കും കയറാം. നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവനെ ഫ്രണ്ടിൽ വിടാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ, ഈ ട്രിപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത ഗീവ് അവേ വീഡിയോ ആയിരിക്കും. അതൊരു 30-ാം തീയതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 30-ാം തീയതി 31-ാം തീയതിക്കകത്ത് ഇടും. പാർട്ട് 1 കണ്ടിട്ട് കേട്ടോ എല്ലാവരും ഇത് കാണാവൂ. പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. അവൻ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, ബ്ലേസ് ബൈക്കി എന്നാണ് അതിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവനൊരു ഗീവ് അവേ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് നോക്കുക. അത്യാവശ്യം നല്ല ഗീവ് അവേ ആണ്. കാറാണ് കേട്ടോ. CPM കളിക്കുന്ന എല്ലാവരും കളിക്കാത്തവരും ഗെയിം കയറ്റുക. CPM എന്നാണ്, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. അതിലാണ് കേട്ടോ എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ തന്നെ അതിന് ഗീവ് അവേ ഇഷ്ടം പോലെ വരും. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ. പോവായിരിക്കും. ഇപ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് നിങ്ങൾ സ്കിപ്പ് അടിച്ചോ. നേരെ അല്ല പോകുന്നത്, നമ്മൾ വണ്ടി തിരിക്കുവാണ്. കുറച്ച് ബാക്കിലോട്ട് എടുത്താലേ പറ്റൂ. ഞാൻ പാർട്ട് 1 കാണണം, അത് കണ്ടാലേ പാർട്ട് 2 കാണാവൂ. തിരിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് വന്നേക്കുന്നത്. പിടിക്കാം. അപ്പോൾ തന്നെ എന്താണ് നമ്മളെ ഗീവ് അവേ ഇടും. സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രമേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കമൻറ്റ് ഇടാവൂ. അപ്പോൾ തന്നെ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും, മാക്സിമം ഉള്ളവരെല്ലാവരും CPM കളിക്കുക. ഞാൻ ഗീവ് അവേ കൊടുക്കുന്നത് അപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഗീവ് അവേ തന്നെ കൊടുക്കും. അല്ല, അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ നിൽക്കിട്ട് നമുക്ക് ഇവിടെ കയറി ഒരു ഗിഫ്റ്റ് ബോക്സ് എടുക്കാം. ഇവിടെ ഇറങ്ങുവാണ്. സാധാരണ ഡാൻസ് കളിക്കുന്നതാണ്, എന്താണെന്ന് അറിയാൻ വയ്യ. ഇത് പുതിയ സ്ഥലമെന്നാണ് ഇട്ടേക്കുന്നത്. അപ്പം വീണ്ടും ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ക്ലാപ്പ് അടിച്ചു കൊടുത്തേക്കാം. നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇട്ട് വെക്കാം. ഇത്രയും കളിച്ചല്ലേ അവൻ. അവൻ തന്നെ LC ഒക്കെ പണിതാണ് കേട്ടോ. ന്യൂലി രജിസ്റ്റേർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഗെയിമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ളത്, നമുക്ക് വേറൊരു വണ്ടിയുടെ ഇൻറ്റീരിയർ കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള ഏക ഒരിത്. ഇതാണ് പുതിയ സ്ഥലം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ.
വേറെ എങ്ങോട്ടോ പോവാന്ന് തോന്നുന്നു. നമുക്ക് അതിലൂടെ പോവാം. പുതിയ ഏതെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് പോവായിരിക്കും. വണ്ടി തിരിച്ചോ? പെട്രോൾ അടിക്കാൻ കയറ്റാണല്ലേ. അവിടോട്ട് കയറി. ഇത് പാർട്ട് 2ഉം പാർട്ട് 1ഉം ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും കേട്ടോ വരുന്നത്. ഒരുമിച്ചാണ് വരുന്നെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഇത് കാണുക. അവൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എവിടെ കിടന്ന് ഫോൺ അടിക്കുന്നത് വരാനായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ട് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അതുകൊണ്ട് പോകുന്നത്രയും പോവാം. വണ്ടി ഇപ്പോൾ വെറും 30 കിലോമീറ്റർ തന്നെ ഓടാറാവുന്നേ ഉള്ളൂ. ഇവിടെ ലെഫ്റ്റ് തിരിയുവാണ്. ഇതൊന്നും നേരെ പോകാൻ മറ്റേ ഓഫ് റോഡിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. മറ്റേ മലയുടെ മണ്ടേ കയറുന്ന അങ്ങോട്ടായിരിക്കും പോകുന്നവൻ. അല്ല, നമ്മളെ കൂടെ തെറ്റി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുവാണ്. അടുത്ത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ വീഡിയോ മിക്കവാറും ഗെയിമിംഗ് വീഡിയോ മാത്രമായിട്ടല്ല കേട്ടോ വരുന്നത്. പല പല വീഡിയോ ആയിട്ട് മിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. ട്രാവലിങ്ങും മിക്സ് ആയിരിക്കും കേട്ടോ. ഞാൻ എല്ലാവരും സിംഗിളായിട്ടായിരിക്കും വരുന്നത്. ലെഫ്റ്റ് കയറാം. ഒരു സ്ട്രേറ്റ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റോഡ് കയറിയെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കേട്ടോ. ഇത് ഇവിടെ വരാനെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൽസി എടുത്തുകൊണ്ട് വന്നേനെ. എങ്ങനെയൊക്കെ കയറി വന്ന് ചെറുതായിട്ട് ഈ നമ്മുടെ ഡിഫൻഡറൊന്നും കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഇതിനെക്കാട്ടും കട്ട ഓഫ് റോഡ് വണ്ടികളെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ വരാൻ തന്നെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിഫൻഡർ എടുത്തോണ്ട് വന്നത്.
ഇവിടെ നമ്മുടെ LC കൊണ്ട് നമ്മുടെ പഴയ ഓൾഡ് മോഡൽ LC ഉണ്ട്, അതുകൊണ്ട് വരുന്നതായിരിക്കും നമ്മളിവിടെ. നമ്മൾ ഈ റോഡ് 100-110 വിടും കേട്ടോ. എന്തോ സ്ലോ ചെയ്യുന്നു തോന്നുന്നു. സെക്കൻഡ് ഇരിക്കാന്. ഇനി ഈ അടുത്ത അപ്ഡേറ്റ് കൊണ്ടുവരേണ്ട ബൈക്കുകളാണ് കേട്ടോ. അതാണ് ഈ ഗെയിമിൽ ഇല്ലാത്തൊരു സംഭവം. അത് ഈ ബൈക്കും കൂടെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതിന് ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ പറയുക, കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോക്കായിട്ട് പറയാൻ നമ്മൾ അടുത്ത പാർട്ട് 2 ഉണ്ടെന്നുള്ളതുകൊണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ പാർട്ട് 2 ആവാം, ചിലപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം. അപ്പോൾ പാർട്ട് 2 കൂടെ കാണുള്ളായിരിക്കും. അപ്പോൾ ഇട്ടിട്ട് കുറേ നാളാണ് കേട്ടോ ഇത് വീഡിയോസ് കാണാൻ. പരീക്ഷയായിരുന്നു, അത് കാരണം എനിക്ക് വലുതായിട്ട് ഇടാൻ പറ്റിയില്ല. ഇവിടെ ഹോട്ടലിൽ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗീവയുടെ റൂൾസ് തന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളത് പറയുക അടുത്ത വീഡിയോ ഏത് കാറായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതായിരിക്കണോ അതോ നമ്മുടെ കാർ കളക്ഷൻസ് കാണിക്കാനാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക കേട്ടോ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് നേരെ പോയെന്ന് തോന്നുന്നു. നേരെ തന്നെ പോന്നെ. പിന്നെ ഐസിന് കയറാൻ മതിയേ. ചെറുതായിട്ടൊന്ന് തട്ടി കേട്ടോ, നമുക്കതിപ്പോൾ സിമ്പിളായിട്ട് ശരിയാക്കാം. അപ്പുറത്ത് എന്നിട്ട് നമ്മൾ അവനെ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ട്. വരട്ടെ, നമുക്ക് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. തിരിച്ചു പോകാൻ കേട്ടോ. ഹിന്ദി ചോദിച്ചാൽ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ, നമുക്ക് ഇവിടുന്ന് പോവാം. എൻ്റെ ഇരിക്കുന്ന LC ഉള്ള കാട്ടിൽ കൂടെ മൊത്തമാണ് കേട്ടോ കെട്ടിക്കൊണ്ടുവരുന്നത്. ഓഫ് റോഡ് കാറായതുകൊണ്ട് ഇതിന് ബാക്കും ഫ്രണ്ടും ഉണ്ടല്ലേ. ഞങ്ങൾ അതുവഴി കറങ്ങി നേരെ ബാക്കി ഇറങ്ങി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കൺസെപ്റ്റ് ഈ വീഡിയോ ഇങ്ങനെ പകുതി വണ്ടിയുടെ സൗണ്ട് വെക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാരണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സൈലൻ്റ് ആക്കിയിരിക്കുമ്പോഴും ഡ്രൈവിങ് കാണാൻ വേണ്ടിയിട്ട് മാത്രം കാണുന്ന കുറേ പേരുണ്ട്. ഞാനും അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്.
ഞാൻ ഏറ്റവും കൂടുതൽ ഇത് കാണുന്ന MRC ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവരെയും പിന്നെ അബീസം എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് രണ്ടുമാണ് കൂടുതൽ കാണുന്നത്. വേറൊന്നും ഞാൻ ഗെയിമിംഗ് വീഡിയോസ് കാണാറില്ല. അങ്ങ് എത്തി കേട്ടോ. അതേപോലെ തന്നെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം CPM ഇങ്ങനെ 1 ഹാൻഡ് ഡ്രൈവ് ഓടിക്കുന്നതെന്ന്. അത് നമ്മൾ വെറും ഈ ഗിയറിൻ്റെ ഇതിൽ നിൽക്കിയിട്ട് ഗിയറിൻ്റെ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ മാപ്പ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മാപ്പിൽ നിന്ന് ഇന്ത്യയുടെ ചിഹ്നത്തിൽ കേൾക്കുമ്പോൾ തനിയെ അങ്ങ് 1 ഹാൻഡ് ഡ്രൈവ് ആയിക്കോളും. അറിഞ്ഞുകൂടാത്തവർ ഇത് ചെയ്തു നോക്കുക. അപ്പം നമുക്ക് കുറച്ച് മുമ്പിലോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. വേണ്ടി അവന്തര ഊളത്തരം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങ് ടോളിൻ്റെ അവിടെ കിടന്ന ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പേ അവ ഇവിടെ എത്തി. അപ്പൊ ഇനി ഇതിൽ ചിലപ്പോ ഈ റിയൽ കാറിന്റെ റിവ്യൂസ് വരും, പല വീഡിയോസ് വരും കേട്ടോ. എല്ലാവരും ഈ 1 ഹാൻഡ് ഡ്രൈവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ ഇപ്പോൾ ഉണ്ടാവും. പോട്ടെ, ബോട്ടിലോട്ട് പോകാനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഒരു 10-20 മിനിറ്റ് ആയി കാണും. പ്രത്യേകിച്ചൊന്നും പറയില്ല. അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം GTA 5 കളിക്കണമെന്നാണ്. ഒരു PC മേടിക്കുമ്പോൾ അടുത്ത എനിക്ക് GTA 5 മതി കാണിക്കും കേട്ടോ. ഇവിടെ ഈ വണ്ടി ചെറുതായിട്ട് തെന്നും.
നമുക്ക് ഇവിടെ വെച്ച് ബിസിനസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് വെച്ച് പൈസ കിട്ടും. അപ്പോൾ പൈസയും കൂടെ എടുത്തിട്ട് പോവാം. 1 ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടിയെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയാൻ വയ്യ. ആ സ്നോ ഹൗസിൽ കാണും ഇവിടുത്തെ. തട്ടി അവിടുത്തെ പൈപ്പ് ചെറുതായിട്ട് നിലവിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം പോയപ്പോൾ സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ഈ പാർട്ട് 2 ഫൈനലാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി വരില്ല. ഇനി അടുത്തത് നമ്മൾ ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടത്, അതോ നമ്മുടെ കാർ കളക്ഷൻസ് ആണോ കാണിക്കുന്നതെന്ന് നിങ്ങളിത് ഇടുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗീവ് അവേയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.